നീ വിചാരിച്ചാൽ വേറൊരാൾ പ്രകാശിക്കത്തില്ല. നീ വിചാരിച്ചാൽ വേറൊരു വീട്ടിലെ വെളിച്ചം കടന്നു വരപ്പെടത്തില്ല. ഈ വെളിച്ചത്തിന്റെ ഉടമസ്ഥൻ മറ്റൊരാളാണ്. വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ നിനക്ക് കറണ്ട് തരുന്ന, നിനക്ക് വെളിച്ചം തരുന്ന ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ ആശ്രയിച്ചിട്ടല്ലാതെ ഒരിക്കലും മറ്റൊരു കുടുംബത്തിനോ വ്യക്തിക്കോ പ്രകാശിക്കാൻ കഴിയത്തില്ല. സങ്കീർത്തനം 2 അതിന്റെ 12 നമുക്ക് ഓടിപ്പോകാം. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. അവൻ കോപിച്ചിട്ട് വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. ഇത് വളരെ സുപരിചിതമായിട്ടുള്ളൊരു വാക്യമാണ്. ഇതിനെ ബേസ് ചെയ്ത് ചിലത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. വഴിയിൽ വെച്ച് നിങ്ങൾ നശിക്കാതിരിപ്പാൻ ദൈവസന്നിധിയിൽ നിങ്ങൾ ചിലത് ശ്രദ്ധിക്കണം. അഥവാ നിങ്ങൾക്ക് വഴിയിൽ വെച്ച് നശിക്കാതിരിക്കണമെങ്കിൽ അത്യന്താപേക്ഷിതം യാത്ര ചെയ്യാൻ നമ്മുടെ വഴിയിൽ വെളിച്ചമുണ്ടോ ഇല്ലയോ എന്ന് വളരെ വ്യക്തമായി ശ്രദ്ധിക്കണം. ഏത് യാത്രയുടെയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെളിച്ചം എന്ന് പറയുന്നത്. നിങ്ങൾ ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്നു എന്നിരിക്കട്ടെ, സ്വന്തം കാറിൽ പോകുന്നു എന്നിരിക്കട്ടെ, ആ വണ്ടിക്ക് വെളിച്ചമില്ല എങ്കിൽ നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ പോകാനായി ബുദ്ധിമുട്ടാണ്. യാത്ര ദുർഘടമായി തന്നെ ഇരിക്കും എന്നുള്ളതിന് സംശയമേ ഇല്ല. നിങ്ങൾ സ്വന്തം മറ്റൊരു പുതിയ വഴികളിലൂടെ പോകുമ്പോൾ രാത്രിയിലാണെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചം കൂടിയാലേ മതിയാകത്തേ ഉള്ളൂ. വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വ്യക്തമായി നന്നായിട്ട് യാത്ര ചെയ്യുവാൻ കഴിയത്തുള്ളൂ. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുക: നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ വിളിക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവുമായിരിക്കുന്നു. ദൈവം നമ്മെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ച ഒരാളുണ്ട്. ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ അന്ധകാരത്തിലായിരുന്നു, ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഇരുളിലായിരുന്നു. നിങ്ങൾക്ക് മുൻപിലേക്ക് ഗമിക്കുവാനായിട്ടുള്ളൊരു വെളിച്ചമില്ല. ഇന്ന് നിങ്ങൾക്ക് വെളിച്ചമുണ്ട്. എന്താണ്? പരിശുദ്ധ ആരാധനയിലേക്ക് നിങ്ങൾ കടന്നു വരുന്ന സമയത്തിൽ ഓരോ ആഴ്ചകളിലും നമ്മൾ സഞ്ചരിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളെ ദൈവം നൽകാറുണ്ട്. ഈ നിർദ്ദേശങ്ങൾ മറ്റൊന്നുമല്ല, ദൈവം നമുക്ക് വഴികാട്ടിയായിട്ടിരിക്കുന്നു. ദൈവം നമുക്ക് വെളിച്ചം പകർന്നു തന്നുകൊണ്ടിരിക്കുന്നു. ഈ വെളിച്ചത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ട് നമുക്ക് ലക്ഷ്യത്തിലേക്ക് ചെന്നെത്തുവാനായി ഈ നാളുകളിൽ, ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് കഴിയുവാനായിട്ട് കഴിയുന്നു. അത് മാത്രമല്ല, നമ്മളെ ഒരു ജാതിയായിട്ട് ദൈവം വേർതിരിച്ചു, രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റി, വിശുദ്ധ വംശമാക്കി മാറ്റി, സ്വന്തം ജനമാക്കി മാറ്റിയിരിക്കുന്ന ഒരു അനുഭവങ്ങളും കൂടെ ആയിരിക്കുന്നു. മനസ്സിലായവരുടെ കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മളെ വെളിച്ചത്തിലേക്ക് അഥവാ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പിന്നില് ദൈവത്തിന് ഒരു പരമപ്രധാനമായ ഒരു ഉദ്ദേശമുണ്ട്. നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ ഈ വെളിച്ചം നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഈ വെളിച്ചത്തിലേക്ക് ദൈവം എന്തിനു കൊണ്ടുവന്നോ? കഴിഞ്ഞ നാളുകൾ ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ, ആശുപത്രി കിടക്കയിൽ, അല്ലെങ്കിൽ ബാങ്കിൻ്റെതായിട്ടുള്ള മുൻഭാഗങ്ങളിൽ, ബന്ധുക്കളുടെ വീട്ടിൽ, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ തകർന്നവനായി, രോഗിയായി, സാമ്പത്തികമായി തകർന്ന അനുഭവത്തിൽ, ശത്രുവിൻ്റെ മധ്യത്തിൽ, പ്രശ്നമുഖരിതമായ സാഹചര്യങ്ങളുടെ മധ്യത്തിലൊക്കെ നിങ്ങളായിരുന്നു എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്തിനു വേണ്ടി നിന്നെ ഒരു പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നോ? നിന്നെ ഒരു പ്രകാശത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നോ? നിന്നെ ഒരു പ്രകാശത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നോ? തന്നെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ ഒന്ന് കൈയടിച്ചു പറ. എന്നെ ദൈവം രക്ഷിച്ചതിന്റെ പിന്നില് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. എന്റെ കർത്താവിനെ വിളിച്ചതിന്റെ പിന്നില് ദൈവത്തിന് ഒരു പ്രത്യേകമായ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം മറ്റൊന്നുമല്ല, അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ.
പരിശുദ്ധ വചനം എന്ത് പറയുന്നു? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കണം തിരഞ്ഞെടുത്ത ഒരു ജാതി. നിന്നെ അന്ധകാരത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് സൽഗുണങ്ങളെ ഘോഷിപ്പിക്കുവാനാണ്. മരണക്കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത് എന്തിന്? സൽഗുണങ്ങളെ ഘോഷിപ്പിക്കുവാനാണ്. കാരാഗ്രഹത്തിൽ അടക്കപ്പെടണ നിന്നെ പുറത്തിറക്കിയത് എന്തിന്? സൽഗുണങ്ങളെ ഘോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. നിന്നെ ശാപത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവന്നത് സൽഗുണങ്ങളെ ഘോഷിപ്പിക്കാനാണ്. ഈ വെളിച്ചം വഴിക്ക് വെച്ച് നശിച്ചു പോകാതിരിപ്പാ, അവയെ പുത്രനെ ചുംബിക്കുവാൻ ഈ വെളിച്ചം ദൈവം തന്നിരിക്കുന്നത്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങളെയോ ഇന്നുള്ളതുപോലെ തനിക്ക് അവകാശമാക്കിയിരിക്കേണ്ടതിന് യഹോവ തിരഞ്ഞെടുത്ത് നിങ്ങളെ മിസ്രൈം എന്ന ഇരുമ്പുലയിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. ഏതോ ഒരു ഇരുമ്പുലയിൽ നിന്ന് ദൈവം നിങ്ങളെ പുറപ്പെടുവിച്ച് കൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പിന്നാമ്പുറത്തില് ഒന്നുണ്ട്. നീ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ, നിന്നെ വിളിച്ചവന്റെ, നിനക്ക് പ്രകാശം തന്നവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ വേണ്ടിയിട്ടാണ് മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിനെ പൂർണ്ണമായിട്ട് വിടുവിച്ചത്. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6-ാമത്തെ വാക്യം: നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിൽ സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമാക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആമേൻ. എന്തിനാ? സൽഗുണങ്ങളെ ഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ആയിരിക്കപ്പെടുന്നു നമുക്ക് ദൈവം തന്ന എല്ലാ വെളിച്ചത്തിൻ്റെയും പിന്നില് ദൈവത്തിൻ്റെ നല്ല ഗുണങ്ങളെ ഘോഷിക്കാൻ നമ്മൾ വില്ലിങ് ആകണം. ദൈവത്തിൻ്റെ നല്ല ഗുണങ്ങളെ ഘോഷിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ദൈവത്തിൻ്റെ നല്ല ഗുണങ്ങളെ എപ്പോഴും നമ്മൾ ഒരു വ്യക്തിയോടെങ്കിലും പറയാം. കർത്താവിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് മത്തായി സുവിശേഷം 9-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ ദാവീദ് പുത്രാ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടൻ അവൻ്റെ അടുക്കൽ വന്ന് ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അവൻ അവരുടെ കണ്ണ് തൊട്ടു. നിങ്ങളുടെ വിശ്വാസം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. പിന്നെയും യേശു നോക്കുവിൻ, ആരും അറിയരുത് എന്ന് അമർച്ചയായി കൽപ്പിച്ചു. അവരോ പുറപ്പെട്ട് ആ ദേശത്തിലൊക്കെയും അവൻ്റെ സ്തുതിയെ പരത്തി. എന്താ യേശു പറഞ്ഞത്? കർത്താവ് പറഞ്ഞു ആരെടുത്തും പറയരുത്. പക്ഷെ അവരനുസരിച്ചോ? അനുസരണയില്ലാത്ത കുരുടന്മാർ. കർത്താവ് പറഞ്ഞു ആരെടുത്തും പറയരുത് കേട്ടോ, ആരെടുത്തും പറയരുത്. യേശു ഇവിടുന്ന് 2 കുരുടന്മാരാണ് വന്നത്. ദാവീദ് പുത്ര ഞങ്ങളുടെ കരുണ തോന്നേ, ആരെടുത്തും പറയുന്ന അമർച്ചയാ പറഞ്ഞു. 31-ാം വാക്യം എഴുതിയിരിക്കുന്നു: അവരോ പുറപ്പെട്ട ദേശത്തിലൊക്കെയും അവൻ്റെ സ്തുതി ആമേൻ പരത്തി എന്നുള്ളത് തീർന്നില്ല. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 18 മുതൽ നോക്കുമ്പോൾ അവർ പടകേറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അപേക്ഷിച്ചു. യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കായിരുന്നു അവനോട് പറഞ്ഞു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. അടുത്ത് പിന്നും എന്താ? 10 കുഷ്ഠരോഗിയെ കുറിച്ച് നോക്കുന്ന സമയത്ത് ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായത്തിൽ അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നോ. അവൻ്റെ കാൽക്കൽ കവിണ്ണ് വീണോ. അവന് നന്ദി പറഞ്ഞു. അവനോ ശമരിയക്കാരൻ ആയിരുന്നു. 10 പേർ ശുദ്ധരായില്ലയോ? 9 പേർ എവിടെ? നീ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞ് അവനോട് എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കും. ഇവിടെ ആരെടുത്തും പറയരുത്. ഞാൻ അവസാനം വായിച്ചത് എല്ലായിടത്തും പറയാൻ പറഞ്ഞതാണ്, അല്ലെങ്കിൽ തിരിച്ചു വന്ന് നന്ദി പറയും. അപ്പോൾ ആദ്യം പറഞ്ഞു, ആ 2 കുരുടന്മാരോട് പറഞ്ഞു, അമർച്ചയായി കൽപ്പിച്ചു ആരെടുത്തും പറയരുത്. പക്ഷെ അവർ ചെന്ന് ലോകം മുഴുവനും പറഞ്ഞു. അടുത്ത് ഭൂതം ബാധിച്ചവനോടും പറഞ്ഞു, നിന്റെ വീട്ടിൽ മാത്രം പറ, വേറെ ആരടുത്തും പറയണം. അവൻ പോയി ദക്കപ്പൊലി മുഴുവനും പറഞ്ഞു. പക്ഷെ ഇവരെയൊക്കെ ദൈവം ശിക്ഷിച്ചോ? അനുസരിക്കാത്തത് കൊണ്ട് ശിക്ഷിച്ചോ? ഇല്ല. എന്തുകൊണ്ട് ദൈവം ആരോടും പറയണ്ടെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തു ഒരു നേതാവാകാൻ വന്ന വ്യക്തിയല്ല. യേശു കർത്താവ് ഒരു ലീഡർഷിപ്പിന് വേണ്ടിയിട്ട് വന്ന വ്യക്തിയല്ല. യേശു കുറെ മനുഷ്യൻ്റെതായിട്ടുള്ള ആമേൻ മുൻപിൽ വലിയ സംഭവമാകാൻ വേണ്ടിയിട്ട് വന്നതല്ല. തനിക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. പിതാവായ ദൈവം എന്നെ അയച്ചു, ആ
പിതാവായ ദൈവം എന്നെ അയച്ചതിന് തക്കതായിട്ട് എനിക്ക് അനുസരണയുള്ള ഒരു ശുശ്രൂഷ എനിക്ക് ചെയ്യണം, എനിക്കൊരു അനുസരണയുള്ളവനായിട്ട് തീരണം എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടി വന്നോ. പക്ഷേ അനുഭവിച്ചവർക്ക് ഉള്ളിൽ ഒതുക്കാൻ കഴിഞ്ഞില്ല. അനുഭവിച്ചവർക്ക് ഉള്ളിൽ ഒതുക്കാൻ കഴിഞ്ഞില്ല. യേശു ആ രണ്ട് കുരുടന്മാർക്ക് സൗഖ്യം കൊടുത്തപ്പോൾ അമർച്ചയായി കർത്താവ് പറഞ്ഞുവെങ്കിലും ഇത്ര വലിയൊരു അത്ഭുതം എൻ്റെ ശരീരത്തിൽ എൻ്റെ യേശു തന്നുവെങ്കിൽ, എൻ്റെ കുടുംബത്തിനകത്ത് യേശു തന്നുവെങ്കിൽ കർത്താവ് പറയണ്ടെന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്, എനിക്ക് പറഞ്ഞേ പറ്റൂ, എനിക്ക് പറഞ്ഞേ പറ്റൂ. യേശു അമർച്ചയായി പറഞ്ഞത്, മാമേൻ ഞാൻ ലീഡർഷിപ്പിന് വേണ്ടി വന്നതല്ല, പക്ഷേ നീ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കണം, ദൈവത്തിന് കൊടുക്കേണ്ട പുകഴ്ച ദൈവത്തിന് കൊടുക്കണം, നിങ്ങൾ എൻ്റെ സാക്ഷിയായിട്ട് തീരുവൻ. യോഹന്നാനെ കുറിച്ച് വിളിച്ചു പറയപ്പെടുകയാണ്, ലോകത്തിലെ അവൻ കടന്നു വന്നത് ക്രിസ്തുവിന്റെ സാക്ഷിയാകാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, സിറ്റുവേഷൻ പലപ്പോഴും നമുക്ക് വിപരീതമായിട്ട് കടന്നു വരും, അനുകൂലമല്ല. പക്ഷേങ്കിലും നമുക്ക് ഓരോരുത്തർക്കും അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കാനുള്ളൊരു കർത്തവ്യമുണ്ട്. ഈ കർത്തവ്യം നമ്മൾ പറയരുത്, ഒരാൾ നമ്മളെ ഫോഴ്സ് ചെയ്തില്ല എന്ന് വെച്ചുകൊണ്ട്, ഒരാൾ നമുക്ക് അതിനുള്ള അവസരം തന്നില്ല എന്ന് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ മറ്റൊരാൾ ആമേൻ എന്ത് വിചാരിക്കും എന്നുള്ളതിനെ കുറിച്ചല്ല. ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ വിളിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യത്തോടുകൂടി നാം എപ്പോഴും ഏത് സാഹചര്യങ്ങളിലും മനസ്സിലാക്കി എടുക്കപ്പെടേണ്ടതാണ്. നമുക്കൊരു കടമയുണ്ട്. ആ കുരുടന് പറഞ്ഞല്ലോ, അവർ ഓടിച്ചെന്ന് ആ ദേശം മുഴുവനും വിളിച്ചു പറഞ്ഞു, യേശു ഞങ്ങൾക്ക് സൗഖ്യം തന്നു, സൗഖ്യം തന്നോ. ആമേൻ. ദക്കപ്പൊലി നാട്ടിലേക്ക് ആ ഭൂതം ബാധിച്ചവൻ ഓടിച്ചെന്ന് പറഞ്ഞു, യേശു എനിക്ക് സൗഖ്യം തന്നു, സൗഖ്യം തന്നു. എന്നാൽ 10 കുഷ്ഠരോഗികൾ സൗഖ്യമായപ്പോൾ ഒരുത്തൻ തിരിച്ചു വന്നു. ലൂക്കോസ് 17:17 10 പേർ ശുദ്ധരായല്ലോ, 9 പേരെവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവരോട്, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു. ഇവിടെ 10 പേര് സുഖപ്പെട്ടു, ഒരാൾ തിരിച്ചു വന്ന് നന്ദി അർപ്പിച്ചു. ആര്? അന്യജാതിക്കാരൻ. പാരമ്പര്യ ക്രൈസ്തവർ പലപ്പോഴും തിരിച്ചു വന്ന് നന്ദി പറയാൻ മടിക്കും. ഈ അടുത്ത കാലഘട്ടങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വന്നവർ, ഈ അടുത്ത കാലത്തിൽ കർത്താവിനെ മുറുകെ പിടിച്ചവർ, ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാ മനുഷ്യനും കൈവിട്ടപ്പോൾ ഓടി യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന അന്യജാതിക്കാരോട് ഞാൻ പറയട്ടെ, നീ പാരമ്പര്യ ക്രിസ്ത്യാനി പറയുന്നതും കേട്ടോണ്ടിരിക്കരുത്. നീ ഓടി വന്ന ദൈവത്തിന് നന്ദി അർപ്പിക്കണം. അത് നിന്റെ മാത്രം ഒരു അവകാശമാണ്. അത് ശമരിയക്കാരനായിരിക്കുന്ന ഒരുവൻ മാത്രം വന്നോ. പാരമ്പര്യം പറയുന്ന 9 പേരും യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച് തിരിച്ചു വന്ന് നന്ദി അർപ്പിക്കാതെ അതുവഴി കടന്നുപോയപ്പോൾ, മടങ്ങി വരാതെ വീണ്ടും പിന്മാറ്റക്കാരായി പോയപ്പോൾ, വെറും രോഗശാന്തിക്ക് വേണ്ടിയിട്ട് മാത്രം യേശുവിനെ യൂസ് ചെയ്തുവെങ്കിൽ അന്യജാതിക്കാരനായിരിക്കുന്ന നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ കല്ലിനെയും മണ്ണിനെയും ഊമ വിഗ്രഹങ്ങളെയും ആരാധിച്ചു കൊണ്ടിരിക്കുന്ന നിനക്ക് ദൈവം ഒരു കർത്തവ്യവും കടമയും തരികയാണ്. നീ തിരിച്ചു വരണം. നീ തിരിച്ചു വന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യണം, ദൈവത്തിന് നന്ദി അർപ്പിക്കണം. മോശ കൽപ്പിച്ച വഴിപാട് അർപ്പിച്ച് നീ ദൈവത്തിന് നന്ദി അർപ്പിക്കണോ. ഒരാൾ വന്നപ്പോൾ കർത്താവ് വ്യക്തമാക്കി, ശമരിയ അന്യജാതിക്കാരനാ വന്നത്. സ്വന്തം വിശ്വാസികൾ ആരുമില്ല, അന്യജാതിക്കാരൻ വന്നു. അപ്പോൾ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ ദൈവം നമ്മളെ അന്ധകാരത്തിൽ നിന്ന് വിളിച്ചുവെങ്കിൽ ഈ ഒരു കർത്തവ്യം ദൈവസഭയ്ക്കകത്തുണ്ടായിരിക്കണം. നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ, നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ അടുക്കൽ പോകുമ്പോൾ, നമ്മുടെ സുഹൃത്തുക്കളുടെ അടുക്കൽ പോകുന്ന സമയങ്ങളിലേക്ക് ദൈവം നമ്മളെ നടത്തിയ വിധങ്ങൾ പരിചയപ്പെടുത്താൻ ഒരു അവസരം കിട്ടുന്നുവെങ്കിൽ, ദൈവം തന്ന ആമേൻ മാറ്റങ്ങളെക്കുറിച്ചൊന്ന് ഷെയർ ചെയ്യാനായിട്ട് കഴിയുമെങ്കിൽ ആ മേഖലയ്ക്കകത്ത് നമ്മൾ പറയുവാൻ മറന്നു പോകരുത്. സ്വർഗത്തിലെ കർത്താവ് വലുത് ചെയ്യും. ആമേൻ. നിന്നെ വിളിച്ചതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അന്ധകാരത്തിൽ നിന്ന് കർത്താവ് വിളിച്ചത് വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കാൻ, ആ വെളിച്ചത്തിലേക്ക് നിന്നെ കൊണ്ടുവരപ്പെടുമ്പോൾ ആമേൻ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം. വിളിച്ചവന്റെ സദ്ഗുണങ്ങൾ എവിടെയൊക്കെ നമുക്ക് അവതരിപ്പിക്കുവാനായി കഴിയപ്പെടുമോ അവിടെയൊക്കെ അവതരിപ്പിക്കുന്നുവെങ്കിൽ ഈ വെളിച്ചം ഒരിക്കലും നിന്നെ വിട്ടുമാറത്തില്ല. ഇത് വഴികാട്ടിയായി ഈ വെളിച്ചം നിന്റെ ഒപ്പം 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 സഞ്ചരിക്കുമെന്നുള്ളതിന് സംശയമില്ല. ഇസ്രായേൽ മക്കൾക്ക് ദൈവം ഒരു പ്രകാശമായി, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് എന്ന് പറയുമ്പോൾ ആ പ്രകാശം ഇസ്രായേൽ ജനങ്ങൾക്ക് ഒരു സംരക്ഷണമായി മുൻപിലേക്ക് ഗമിച്ചു. വേദപുസ്തകം നമ്മൾ നോക്കുന്ന സമയത്തിൽ പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 21 മുതൽ വായിക്കുന്ന സമയത്തിൽ, അപ്പോൾ യഹോവ മോശയോട് മിസ്രയീം ദേശത്ത് സ്പർശിക്കത്തക്ക ഇരുൾ ഉണ്ടാകേണ്ടതിന് നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു. മോശ തൻ്റെ കൈ ആകാശത്തിലേക്ക് നീട്ടി മിസ്രയീം ദേശത്തൊക്കെയും 3 ദിവസത്തേക്ക്
കൂരിരുട്ടുണ്ടായി. 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല, ഒരുത്തനും തൻ്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റില്ല. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ വെച്ച് വെളിച്ചമുണ്ടായിരുന്നു. അപ്പോൾ ഫറവോൻ മോശയെ വിളിപ്പിച്ചു, നിങ്ങൾ പോയി യഹോവയെ ആരാധിപ്പിൻ, നിങ്ങളുടെ ആടുകളും കന്നുകാലികളും മാത്രം ഇങ്ങ് നിൽക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും നിങ്ങളോടുകൂടെ പോരട്ടെ എന്ന് പറഞ്ഞു. പെട്ടെന്നൊരു കൂരിരുട്ട് മിശ്രയമിൽ കടന്നു വന്നു. ഇതൊരു 3 ദിവസം നീണ്ടു നിന്ന ഇരുട്ടായിരുന്നു. ചിലരുടെ ജീവിതങ്ങളിലേക്ക് 3 ദിവസം കൂരിരുട്ട്, ചില ജീവിതങ്ങൾക്ക് 3 ആഴ്ച കൂരിരുട്ട്, ചിലർക്ക് 3 മാസം കൂരിരുട്ട്. അനുഭവിച്ചിട്ടില്ലേ? ഇരുട്ടിലൂടെ കടന്നുപോയ അനുഭവങ്ങൾ, ഇരുട്ടിലൂടെ സഞ്ചരിച്ച അവസ്ഥകൾ, ഇരുട്ടേറിയ അനുഭവങ്ങൾ, മാനസികമായി ശാരീരികമായി അനുഭവിച്ച ഇരുട്ടേറിയ അനുഭവങ്ങൾ അനേക വ്യക്തി ജീവിതങ്ങൾക്ക് വന്നല്ലോ. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം മിശ്രയമിൽ 3 ദിവസത്തെ ഒരിരുട്ട്, അത് ദൈവം വരുത്തിയ ഒരിരുട്ടായിരുന്നു. ദൈവം ഫറവോന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതനുസരിച്ച് ഫറവോന്റെ ഹൃദയവും കഠിനപ്പെട്ടുകൊണ്ടിരുന്നു. ദൈവം ആരെന്ന് അവനെ ഒന്ന് മനസ്സിലാക്കിപ്പിക്കണം. ഇടയ്ക്ക് അവനൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ഈ ആരാധനയ്ക്ക് പോകണം, പ്രാർത്ഥനയ്ക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിടിവാശി കാണിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ദൈവം ആരാ? ഒരു ചോദ്യം ഫറവോൻ ചോദിച്ചു. ദൈവത്തിൻ്റെ മനസ്സിൽ അതുണ്ട്. എൻ്റെ മക്കൾ എന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം ചോദിച്ചപ്പോഴത്തേക്ക് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ഫറവോനുണ്ട്. ഒരു 3 ദിവസം ഇരുട്ടി കിടക്കണം. നിന്നെ പിടിച്ചു നിർത്തി നിന്റെ ആരാധനയെ ചോദ്യം ചെയ്യുന്നവർ, നിന്റെ ആരാധനയെ തടസ്സപ്പെടുത്തുന്നവർ, നിന്റെ ആരാധനയെ വിമർശിക്കുന്നവർ, നിങ്ങളുടെ ദൈവം എന്താ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവർക്ക് വേണ്ടി ദൈവം നിനക്ക് തരുന്ന ഒരു ദൂതാണ്. മോശയിലൂടെ ദൈവം തീരുമാനിച്ചു, എന്നെ ചോദ്യം ചെയ്ത ഇവരെ 3 ദിവസത്തേക്ക് കൂരിരുട്ടിൽ എനിക്ക് ഇടണം. മോശേ, കൈ ഉയർത്തി ആകാശത്തിലേക്ക് നോക്കി പ്രാർത്ഥിര്. മോശയോട് ദൈവത്തിന് ഡയറക്റ്റ് ചെയ്യാനൊക്കെ പറ്റും, പക്ഷേ അഭിഷിക്തന്മാരുടെ അധികാരം ഒരിക്കൽ കൂടി ജനം അറിയാൻ വേണ്ടിയിട്ട്, അഭിഷിക്തന്മാർക്ക് കൊടുത്തിരിക്കുന്ന ദൈവശക്തിയെ ഒരിക്കൽ കൂടി ജനം അറിയാൻ വേണ്ടി മോശയോട് പറഞ്ഞു, നീ പ്രാർത്ഥിര, അപ്പോൾ ഞാൻ ഇരുട്ട് തരും. അപ്പം ചിലയിടത്തൊക്കെ ദൈവത്തിൻ്റെ ഭക്തന്മാർ പ്രാർത്ഥിച്ചാലേ ചിലത് നടക്കത്തുള്ളൂ, ഭക്തന്മാർ പ്രാർത്ഥിച്ചാലേ ചിലത് നടക്കത്തുള്ളൂ. അപ്പോൾ യഹോവ മോശെ മിസ്രയീം ദേശത്ത് സ്പർശിക്കത്തക്ക ഇരുളുണ്ടാകട്ടെ, നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ 3 ദിവസക്കാലം മിസ്രയീം ദേശം മുഴുവനും സ്പർശിക്കത്തക്ക ഇരുട്ട് ഇസ്രായേൽ മക്കളുടെ കൂടാരത്തിൽ മാത്രം വെളിച്ചം ലഭിക്കത്തക്ക വിധത്തിൽ 22 മോശ തൻ്റെ കൈ നീട്ടി ഇസ്രായേൽ ദേശത്തേക്ക് 3 ദിവസത്തേക്ക് കൂരിട്ടുണ്ടായി. 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല, ഒരുത്തനും തൻ്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റുമേ. എന്നാൽ ശ്രദ്ധിക്കണമേ, എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചം ഉണ്ടായിരുന്നു. കൈയടിച്ച് ദൈവത്തിന് നന്ദി പറ. ദൈവമക്കൾക്ക് ദൈവം വെളിച്ചം കൊടുത്തു, ഫറവോന് ദൈവം വെളിച്ചം കൊടുത്തില്ല. സ്തോത്രം, 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 സ്തോത്രം. ഇവിടെ എന്താ സംഭവിച്ചത്? മോശ കൈ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ദേശത്ത് 3 ദിവസത്തേക്ക് ഭയങ്കര സ്പർശിക്കത്തക്ക ഇരുട്ട്. പക്ഷെ ദൈവജനം പാർക്കുന്ന ഭവനങ്ങളിലെല്ലാം ഈ 3 ദിവസവും എന്തുണ്ട്? വെളിച്ചമുണ്ട്. വല്ലപ്പോഴുമൊക്കെ ഇത് ചിന്തിക്കണം കേട്ടോ, വല്ലപ്പോഴും ഇത് ചിന്തിക്കണം. അടുത്ത വീട്ടിൽ കൂരിരുട്ട് നന്നപ്പോഴും നിന്നെ ദൈവം ഇരുട്ടിൽ വിട്ടുകളയാതെ വണ്ണം പ്രകാശത്തോടുകൂടി നിന്നെ നിലനിർത്തിയിരിക്കുന്ന ദൈവം നിന്നെ വിട്ടുകളയാതെ നിന്റെ ഭവനം പ്രകാശിക്കത്തക്ക വിധത്തിൽ, നിന്റെ കുഞ്ഞുങ്ങൾ പ്രകാശിക്കത്തക്ക വിധത്തിൽ നിന്നെ ദൈനംദിനം വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന കർത്താവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. ചില വീടുകൾ ഇരുട്ടിലായിരിക്കപ്പെടുമ്പോൾ, ചില കുടുംബങ്ങൾ ഇരുട്ടിലായിരിക്കപ്പെടുമ്പോൾ ദൈവം നിന്നെയും നിനക്കുള്ളതിനെയും ഇന്നും വെളിച്ചത്തിൽ നിർത്തി. സാമ്പത്തികത്തിന് കുറവാണെങ്കിൽ, ആരോഗ്യത്തിന് കുറവാണെങ്കിൽ ഇന്നും അന്ധകാരത്തിലേക്ക് വീണു പോകാതെ, ശാപത്തിലേക്കോ ബന്ധനത്തിലേക്കോ വീണു പോകാതെ ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ദൈവം നിങ്ങളെ നല്ല വെളിച്ചത്തിൽ നിർത്തിയിരിക്കപ്പെടുമ്പോൾ, കൂരിട്ടിൽ അകപ്പെട്ടു പോകാതെ ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുമ്പോൾ പലരും നിങ്ങളുടെ അടുക്കൽ വെളിച്ചത്തിന് വേണ്ടിയിട്ട് കടന്നു വരപ്പെടാം. അവിടെ സൂക്ഷിച്ചായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്. ഞാൻ ഉദാഹരണത്തിന് വേണ്ടി പറയാം. എൻ്റെ വീട്ടിൽ ഇന്ന് സ്തോത്രം നല്ല വെളിച്ചമുണ്ട്, കറണ്ടുണ്ട്. അടുത്ത വീട്ടിൽ
കറണ്ടില്ല എന്നിരിക്കട്ടെ. അദ്ദേഹം ആദ്യം ജനലിൽ കൂടെ നോക്കി. അപ്പം എൻ്റെ വീട് ഇങ്ങനെ കത്തി നിൽക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ വീട് കത്തുന്നില്ല. അദ്ദേഹം പിന്നെ കുറച്ച് നേരം ഇരുന്നു, പിന്നെ വന്നിട്ട് കതക് തുറന്നിട്ട് ഇറങ്ങി നോക്കി. അപ്പോഴത്തേക്കും എൻ്റെ വീട് കത്തുന്നു, അദ്ദേഹത്തിൻ്റെ വീട് കത്തുന്നത് ഇല്ല. കുറച്ച് നേരം വീണ്ടും വെയിറ്റ് ചെയ്തു. പിന്നെ അദ്ദേഹം ടെറസിൻ്റെ മേളിൽ കയറി, അവിടെ കയറി നോക്കി. അപ്പോഴും കാണുന്നത് എൻ്റെ വീട് കത്തുന്നു, അദ്ദേഹത്തിൻ്റെ വീട് കത്തുന്നു, തീ പിടിക്കുന്നതല്ല, പ്രകാശിച്ചു നിൽക്കുന്നു, അദ്ദേഹത്തിൻ്റെ വീട് കത്തുന്നത് ഇല്ല. പിന്നെ അദ്ദേഹം കുറച്ച് നേരം നിന്നിരുന്നിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് മുറ്റത്ത് വന്ന് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ വീട് കത്തുന്നു, അദ്ദേഹത്തിൻ്റെ വീട് കത്തുന്നതേ ഇല്ല. അദ്ദേഹം രണ്ടും കൽപ്പിച്ചു. നല്ലൊരു കയ്യിലേക്ക് എടുത്തു കൊടുത്തിട്ട് ഒരു ഷർട്ട് കൊടുത്തിട്ട് നേരെ വന്നു. എൻ്റെ വീട്ടിൽ വന്നിട്ട് തട്ടി വിളിച്ചു, ഷാജി ബ്രദർ ഉണ്ടോ? പക്കത്തിൽ നിന്ന് ഞാനുണ്ടല്ലോ. ആരാണ്? ഞാൻ അടുത്ത വീട്ടിൽ താമസിക്കുന്ന പാക്കരനാണ്. എന്താ പാക്കര നീ വന്നത് എന്ന് പറഞ്ഞു. അതെ ബ്രദറെ, ഞാൻ ഈ കുറച്ച് നേരം കൊണ്ട് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ജനലിൽ കൂടെ നോക്കി, ഞാൻ ടെറസിൻ്റെ മേളിൽ കയറി നോക്കി, ഞാൻ അപ്പുറത്ത് നോക്കി ഇപ്പുറത്ത് നോക്കി. അപ്പം നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ മാത്രം കത്തിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ വീട്ടിൽ കറണ്ട് ഇല്ല. ഞാൻ ഇച്ചിരി കറണ്ട് മേടിക്കാൻ വന്നതാണ്, എനിക്കിത്തിരി തരുമോയെന്ന് ചോദിച്ചു. പുള്ളിയുടെ കയ്യിൽ ഇച്ചിരി ഉയറുമൊക്കെ ഉണ്ട്, ഒരു ഇച്ചിരി ഉയറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അത്യാവശ്യം ലോകപരിചയമുള്ളവനായതുകൊണ്ട് ഞാൻ പറയും, അയ്യോ അങ്ങനെ കൊടുക്കാൻ പാടില്ല, ഇത് എനിക്കും എൻ്റെ കുടുംബത്തിനും മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് KCB വഴി തന്നിരിക്കുന്ന ഒരു കണക്ഷനാണ്. ഞാൻ അവരറിയാതെ ഇതിൻ്റെ ഒരു ലൈൻ എടുത്ത് നിങ്ങളുടെ വീട്ടിൽ തന്നു കഴിഞ്ഞിട്ട് എനിക്കും കിട്ടത്തില്ല, നിങ്ങൾക്കും കിട്ടത്തേ ഇല്ല. എന്തായാലും ഞാൻ പ്രാർത്ഥിക്കാം, എത്രയും പെട്ടെന്ന് കറണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. ഈ വയറ് വഴി ഞാൻ കറണ്ട് തരൂല. പിന്നെ എനിക്ക് കുറച്ചുകൂടെ മനസാക്ഷി ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറയും, ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് പോ, അവിടെ ചെന്നിട്ട് എൻ്റെ മീറ്ററിൻ്റെ നമ്പർ വെച്ചൊരു അപേക്ഷ കൊടുക്കണം. ടെമ്പററി കണക്ഷന് വേണ്ടിയിട്ട് ഒരു ദിവസത്തേക്ക് 90 രൂപ വെച്ച് അടയ്ക്കണം. കറണ്ട് കറച്ച് ഞാൻ അടച്ചോളാം, കുഴപ്പമില്ല. അവിടെ നിന്നൊരു പെർമിഷൻ എടുത്ത് വന്നു കഴിഞ്ഞാലോട്ട് ഞാൻ നിങ്ങൾക്ക് കറണ്ട് തരാം. കാരണം എൻ്റെ വീട് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിലും അത് എൻ്റെ വകയല്ല. ഈ പ്രകാശം എന്ന് പറയുന്നത് പ്രകാശം വേറൊരാൾ എനിക്ക് തന്നിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ മറ്റൊരാൾക്ക് ഇത് കൊടുക്കുവാനായിട്ട് കഴിയപ്പെടത്തില്ല. ഇന്ന് പകൽ സമയത്തിൽ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വൈതലെ, നീ വിചാരിച്ചാൽ വേറൊരാൾ പ്രകാശിക്കത്തില്ല, നീ വിചാരിച്ചാൽ വേറൊരു വീട്ടിലെ വെളിച്ചം കടന്നു വരപ്പെടത്തില്ല. ഈ വെളിച്ചത്തിന്റെ ഉടമസ്ഥൻ മറ്റൊരാളാണ്. വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ നിനക്ക് കറണ്ട് തരുന്ന, നിനക്ക് വെളിച്ചം തരുന്ന ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ ആശ്രയിച്ചിട്ടല്ലാതെ ഒരിക്കലും മറ്റൊരു കുടുംബത്തിനോ വ്യക്തിക്കോ പ്രകാശിക്കാൻ കഴിയത്തില്ല. പ്രകാശിക്കണമെങ്കിൽ പ്രകാശത്തിന്റെ ഉടമസ്ഥന്റെ അടുക്കലേക്ക് കടന്നു വരപ്പെടണം. ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ അവരുടെ വീട് കത്തി നിന്നു. എന്നാൽ ഫറവോന്റെ കീഴിലുള്ള മിസ്രൈമ്യരുടെ ഭവനങ്ങൾ ഒന്നും തന്നെ കത്തി നിൽക്കാതെ വണ്ണം തൊട്ടാൽ സ്പർശിക്കത്തക്ക ഇരുട്ട് മോശം ദേശത്തിലാകമാന അവരുടെ പശുക്കളെല്ലാം ഇരുട്ടത്തിൽ ആയിത്തീർന്നു. അവിടെയുള്ളതായിട്ടുള്ള വ്യക്തികളെല്ലാം ഇരുട്ടത്തിലായി. അവിടെയുള്ള കൃഷികാര്യാദികളെല്ലാം ഇരുട്ടിന്റെ അനുഭവത്തിലേക്ക് കടന്നുപോയി. ദൈവത്തിന്റെ ഇടപെടലായിരുന്നു കൂരിരുട്ടിന്റെ അനുഭവം. ഇന്നും ദൈവത്തിന്റെ ഇടപെടൽ വന്നാൽ ഇരുട്ടിലൂടെ സഞ്ചരിക്കേണ്ടി വരും. പക്ഷെ ദൈവത്തിന്റെ മനസ്സലിവ് കടന്നു വരുന്നുവെങ്കിൽ ആ ഇരുട്ടേറിയ അനുഭവങ്ങൾ ഒരു വെളിച്ചമായിട്ട് തീരും. ഈ കൂട്ടത്തിൽ ആരെങ്കിലും കൂരിരുട്ടിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണോ? ദൈവം നിങ്ങളെ പ്രകാശിപ്പിക്കുവാൻ ഇന്ന് ആഗ്രഹിക്കുന്നു. സ്തോത്രം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 20 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ, രാത്രി മുഴുവനും മിസ്രൈമ്യരുടെ സൈന്യവും ഇസ്രായേലിയുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. മോശ കടൽമേൽ കൈനീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു, ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ പിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. അടുത്ത ഒരു കൂരിരുട്ട് ഇസ്രായേൽ മക്കൾ അനുഭവിക്കേണ്ടതായിട്ട് മിസ്രൈമ്യർ അനുഭവിച്ചത് എവിടെ വെച്ചു? പുറപ്പാട് 14. രാത്രി മുഴുവനും മിസ്രൈമ്യരുടെ സൈന്യവും ഇസ്രായേലുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവരുടെ മധ്യ വന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. എല്ലാവരും പറഞ്ഞാട്ടെ, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു.
കുറച്ച് ഹിസ്റ്ററിയുടെ പഠിക്കാനാണ് ഞാൻ ഈ സന്ദേശത്തെ സിമ്പിളായിട്ട് പഠിക്കും. എപ്പോഴും നമ്മൾ അനുഗ്രഹം മാത്രം കേട്ടോണം, കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. നമ്മൾ ഒന്നാമത് പഠിച്ചത് ഫറവോൻ്റെ അടിമത്തത്തിൽ ജനത്തെ കൊണ്ടുവരുന്ന സമയത്തിലുണ്ടായ ഒരു ഇരുട്ടാണ്. ഇനി 2, മോശ ചെന്ന് വിളിച്ചതിന് പ്രകാരം ജനം മോശയുടെ വാക്ക് കേട്ട് ഇറങ്ങി ഓടി വരുന്നതായിരുന്നു. ഓടി വരുന്ന സമയത്തിൽ ചെങ്കടലിൻ്റെ അടുക്കൽ കടന്നു വന്നു. അവിടെ ഇട്ടൊരു പരീക്ഷകന്, കാരണം അവർ കറക്റ്റ് വേയിൽ കൂടെ വിട്ടാതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചിരുന്നു. ഇവർ പിന്മാറിപ്പോകും, തിരിച്ചവർ മിസ്രൈമിൻ്റെ അടുക്കൽ പോകും, വീണ്ടും വിഗ്രഹാരാധന പോവും, വീണ്ടും പഴയ വിശ്വാസത്തിലോട്ട് പോകും. ഇവർ ഉപേക്ഷിച്ചതിനെ തിരിച്ചെടുക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ഫെലിസ്തീയ മല്ലന്മാരുടെ അടുക്കലേക്ക് ഇവരെ വിട്ടില്ല. ഇവരെ കൊണ്ട് താങ്ങാൻ കഴിയാത്തവരെ കണ്ടുപേടിച്ചു. അപ്പോൾ അതുകൊണ്ട് വളഞ്ഞ വഴിയെ വിട്ടത് കൊണ്ടാണ് ഇവർ ചെങ്കടലിൽ വരേണ്ടതായിട്ട് കടന്നു വന്നത്. അപ്പോൾ ചെങ്കടലിൻ്റെ അനുഭവത്തിൽ വന്നെത്തിയ സമയത്തിൽ തന്നെ ദൈവം ഒരു കാറ്റടിച്ച് വെള്ളത്തെ 2ആയിട്ട് വിഭാഗിപ്പിച്ചു. ദൈവം മോശയോട് കൽപ്പിച്ചു, വടിയെടുത്തിട്ട് കൈ നീട്ടാൻ പറഞ്ഞു. കൈ നീട്ടി പ്രാർത്ഥിച്ചു. ദൈവാസന്മാരുടെ കൈയൊക്കെ ശക്തിയുള്ളതാണ്. അപ്പോൾ ആ കൈ നീട്ടി അങ്ങ് പ്രാർത്ഥിച്ച സമയത്തിൽ വെള്ളം 2ആയിട്ടൊക്കെ മാറ്റി. ഇതൊരു വൈകിട്ട് ഏകദേശം ഒരു 6 മണി സമയത്തിലൊക്കെ ആയിരുന്നു ആ സമയത്തിൽ അവർ വന്നത്. അപ്പോൾ സന്ധ്യയായി. ദൈവത്തിൻ്റെ ഈ പ്രവൃത്തികളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സമയത്തിൽ അവൻ്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം കുന്നിച്ചുകൂടി പ്രവാഹം ചിറ ആഴങ്ങൾ കടലിന് മേൽ ഉറച്ചുപോയി. അപ്പോൾ ഇങ്ങനെ ഇവർ രാത്രി മുഴുവനും ഈ സൈന്യം ഇരുട്ടത്ത് നിന്നപ്പോൾ ദൈവജനത്തിന് രാത്രിയെ ദൈവം പ്രകാശമാക്കി കൊടുത്തു. പെട്ടെന്ന് പറയാം, ഒരു 2 മേഘങ്ങളാണ് ഇസ്രായേൽ മക്കൾക്ക് വഴികാട്ടിയായിട്ട് ദൈവം കൊടുത്തത്. ഒന്ന് ഒരു അഗ്നിസ്തംഭം, അഗ്നിയുടെ മേഘം, എന്താ നല്ല ഭയങ്കര ലൈറ്റ്, ഒരു മേഘം ഇങ്ങനെ കത്തി നിൽക്കും. വേറെടുത്ത് ഒരു മഴമേഘം ഉണ്ടായിരുന്നു. അഥവാ സ്തോത്രം, ഇവർക്ക് തണുപ്പ്, AC-യും ലൈറ്റും ഉണ്ട് കറക്റ്റായിട്ട്, അതോടൊപ്പം തണുപ്പും കൊടുക്കുന്നുണ്ട്. സ്തോത്രം, തണുപ്പ്, സൂര്യൻ്റെ പ്രകാശത്തെ തടഞ്ഞ് ചൂട് വരാതെ തണുപ്പ് കൊടുക്കുന്നു. ശരി, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പം 2 മേഘങ്ങളാണ് ഇവരെ ഡയറക്റ്റ് ചെയ്യുന്നത്, ദൈവം ഇവരെ നടത്തിക്കൊണ്ട് പോകുന്നത്. സന്ധ്യയാകുന്ന സമയത്തിൽ ഈ ഒരു മേഘം നേരെ മെല്ലെ വന്ന് ഇസ്രായേൽ ജനങ്ങൾക്ക് വിപരീതമായിട്ട് നിന്നു. ഇസ്രായേൽ ജനങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ദൈവജനം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെങ്കടൽ വന്നു. ഇവരെ ദൈവം അങ്ങോട്ട് കയറ്റിയിട്ട് ഈ മേഘം വന്ന് ഇവരെ ഇങ്ങനെ അയച്ചു. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് ലൈറ്റ് മാത്രമുണ്ട്, ഈ വണ്ടിയുടെ പുറകിൽ ലൈറ്റില്ല. അവന്മാരെല്ലാം ഇരുട്ടത്തിടുന്ന പിതറിയാണ്. അതാണ് ഇവർക്ക് രാത്രിയെ പകലാക്കി കൊടുത്തു ദൈവം. രാത്രിയെ പകലാക്കി. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തിൽ തന്നെ അനേകർക്ക് ലഭിക്കാത്ത ഭാഗ്യം നിങ്ങൾ അനുഭവിച്ചത് മറക്കരുത്. രാത്രിയെ പകലാക്കി തന്ന ദൈവം, രാത്രിയെ പകൽ പോലെ ആക്കി തന്ന ദൈവത്തെ നിങ്ങൾ മറക്കരുത്. വേദനാജനകമായ സാഹചര്യം വന്നപ്പോൾ, രോഗങ്ങൾ തേടി വന്നപ്പോൾ, വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്തിൽ നിരാശയും ബുദ്ധിമുട്ടും വന്നപ്പോൾ, ഒരു പകല് പോലെ നിന്നെ സഹായിക്കുവാൻ ദൈവം ചിലരെ അയച്ച്, നിനക്ക് സഹായിയായിട്ട് ദൈവം കടന്നു വന്ന് നിന്നെ ആശീർവദിച്ചു, അനുഗ്രഹിച്ചു, ബലപ്പെടുത്തി, ശക്തിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഇനി എങ്ങനെയാ ദൈവം അവരെ കൊണ്ടുപോയി എന്ന് നോക്കിക്കഴിഞ്ഞാലിട്ട് 15:8 പുറപ്പാട് 15:8 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം കുന്നിച്ചുകൂടി, പ്രവാഹങ്ങൾ ചിറ പോലെ നിന്നോ, ആഴങ്ങൾ കടലിൻ്റെ ഉള്ളിൽ ഉറച്ചുപോയി. എല്ലാവരും പറഞ്ഞാട്ടെ, ആഴങ്ങൾ കടലിൻ്റെ ഉള്ളിൽ ഉറച്ചുപോയി. ഒരിക്കൽ കൂടെ, ആഴങ്ങൾ കടലിൻ്റെ ഉള്ളിൽ ഉറച്ചുപോയി. കോൺക്രീറ്റ് ഉറച്ചതുപോലെ. വല്ലതും പിടികിട്ടിയില്ല. ഞാൻ പറഞ്ഞുതരാം. ഇവരെ മടുത്തു പോവല്ലേ, പഠിക്കുകയാണ് ചരിത്രം. കടലാണ്, ഭയങ്കര കടൽ. അതിന് ദൈവം ഒരു കാറ്റടിച്ചപ്പോൾ 2 രണ്ടായി. കടൽ 2ആകും ആരെങ്കിലും ഇന്നുവരെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ഇതിങ്ങനെ സ്ട്രെയിറ്റ് വേ ആയിരിക്കുമെന്ന്? ഒരിക്കലും അല്ലാന്നേ. കടൽ ഇങ്ങനെ കുഴിയായിട്ട് ഇങ്ങനെ പോയിട്ട് അടുത്ത് ഇങ്ങനെയായിരിക്കും കിടക്കണം. ഇനി അതിൻ്റെ അകത്ത് എന്തുമാത്രം കട്ടറുണ്ടെന്നറിയാവും. അപ്പം ദൈവം ചുമ്മാ വെള്ളത്തെ 2ആയിട്ട് തിരിക്കുകയല്ല. ബൈബിൾ എഴുതിയിരിക്കുന്നു, ഉറച്ചുപോയി. എന്ത് ചെയ്തു? അതങ്ങ് ഉറച്ചു. ഞാനൊന്ന് ഭാവനയിൽ ഇങ്ങനെ എടുക്കാം, കടലിൻ്റെ ഉള്ളിൽ അത് ഉറച്ചുപോയി. ഞാനിന്ന് രാവിലെ ഇത് ധ്യാനിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണത് തോന്നിയത്. പ്രൈസ് ദി ലോർഡ്. നല്ല വില കൂടിയ നല്ല ടൈല്, പിന്നെ നല്ല വില കൂടിയ നല്ല വലിയ ഫ്ലോറ്. നമ്മളിതൊക്കെ പണിതപ്പോഴത്തേക്ക് കുറച്ച് സ്റ്റഡി നടത്തിയ സമയത്തിലൊക്കെ ഉണ്ട്. ഈ ഗ്ലാസ്സിലൊക്കെ ഉള്ള പ്ലാറ്റ്ഫോം കാര്യങ്ങൾ നമുക്ക് വേണ്ടതൊന്നും അങ്ങനെയൊക്കെ ഉണ്ടെന്നേ. വലിയ സ്റ്റുഡിയോകളിലൊക്കെ, ഇതൊരു സ്റ്റുഡിയോ ചർച്ചാണല്ലോ, അപ്പം സ്റ്റുഡിയോകളിലൊക്കെ ഗ്ലാസ്സാണ്, കട്ടിയുള്ള ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് അതിലാണ്. ദൈവം എന്ത് ചെയ്തു? ചെളിയുടെ പുറത്ത് കുറച്ച് വെള്ളം ഇങ്ങനെ അങ്ങ് നിർത്തി. വെള്ളം എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടല്ലേ കിടക്കത്തുള്ളൂ, അല്ലെങ്കിൽ വാട്ടർ ലെവൽ കറക്റ്റ് ആയിരിക്കുമല്ലോ. നിർത്തി. എന്നിട്ട് ഇങ്ങനെ നാക്കിയപ്പോഴത്തേക്ക്
അതെല്ലാം അങ്ങ് സ്ഫടികം പോലെ, ഗ്ലാസ് പോലെ ആമേൻ ഉറച്ചുപോയി എന്നാണ് ആമേൻ അവിടെ എഴുതിയിരിക്കപ്പെടുന്നത്. കടലിൻ്റെ ഉള്ളിലത് ഉറച്ചു. ആ സ്ഫടികത്തിൻ്റെ പുറത്തുകൂടിയാണ് ദൈവജനം നടത്തിയത്. അവരുടെ ചെരുപ്പിലൊരൽപ്പം ചെളിയാകാൻ ദൈവം അനുവദിച്ചതേയില്ല. അവരുടെ ഡ്രസ്സിലൊരൽപ്പം ചെളിയാകാൻ ദൈവം അനുവദിച്ചതേയില്ല. അത്ഭുതകരമായിട്ട് അവർക്ക് വെളിച്ചം മാത്രമല്ല, നടന്നു പോകാൻ ഉറപ്പുള്ള വെള്ളത്തെ സ്ഫടിക തുല്യമായ നല്ല ടൈലിനേക്കാളും ആമേ നല്ല മാർബിളിനേക്കാൾ നല്ല വജ്രത്തെക്കാളും ആമേ ഭംഗിയുള്ള ഒരു പ്രതലമുണ്ടാക്കി ആ ഉറപ്പുള്ള പ്രതലത്തൂടെ അവിടെ നടത്തിക്കൊണ്ട് പോയി എങ്കിൽ സ്വർഗത്തിലെ ദൈവം ആമേ തന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാരെ, ഭക്തകളെ വെറുതെ നടത്തിക്കൊണ്ട് പോകുന്നവനല്ല, ഏറ്റവും ശ്രേഷ്ഠകരമായ വിധത്തില്, ഏറ്റവും ശ്രേഷ്ഠകരമായ വിധത്തില് എന്നോടൊപ്പം സന്തോഷിക്കുന്ന ദൈവജന കരങ്ങളെ അടിച്ചു പറ. ഏറ്റവും നല്ലതായിട്ടാണ് ദൈവം നിന്നെ നടത്തുന്നത്. നല്ല ഭക്ഷണത്തെ തന്ന്, നല്ല വസ്ത്രത്തെ തന്ന്, നല്ല ജീവിത സാഹചര്യങ്ങളെ തന്ന് കർത്താവ് നിന്നെ വഴി നടത്തപ്പെടുമ്പോ നിന്റെ കഠിനാധ്വാനമല്ല, സ്വർഗത്തിലെ കർത്താവ് അത് നിശ്ചയിച്ചിരിക്കുകയാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് തീരുമാനിച്ചതാണ്. എന്റെ മക്കളെ ഞാൻ ചെളിയിൽ ഇറക്കി വിടത്തില്ല, എന്റെ മക്കളെ ഞാൻ വേദനിപ്പിക്കാൻ അനുവദിക്കത്തില്ല. ഞാൻ ആ കടലിനകത്ത് വെള്ളത്തെ ഉറപ്പിച്ചിട്ടാണെങ്കിലും ഞാൻ ഉണങ്ങിയ നിരത്തുകൂടെ അവരെ നടത്തൂ. സ്തോത്രം. അപ്പോൾ ശത്രുവിനെ നിഗ്രഹിക്കുവാൻ ദൈവം ഒരു ഇരുട്ടവിടെ കൊടുത്തതായിട്ട് വേദപുസ്തകത്തിൽ നമുക്കവിടെ കാണുവാനായി കഴിയപ്പെടുന്നു. എല്ലാ കുഴികളും നികത്തി നല്ലൊരു അനുഭവത്തിലൂടെ ദൈനംദിനമുള്ള ദൈവമായ വഴി നടത്തിപ്പ് അനുഭവിക്കുന്ന ദൈവജനമേ, കുഴികളെ നികത്തുന്ന നീയല്ല, നിന്റെ വേണ്ടപ്പെട്ടവരല്ല, സ്വർഗത്തിലെ കർത്താവാണ് പ്രശ്നങ്ങളെ നികത്തി കൊണ്ടുപോകുന്നത്. വലുതായിട്ട് നീ ചുമക്കാതിരിപ്പാൻ, വലിയ വലിയ വിഷയങ്ങൾ നീ അനുഭവിക്കാതിരിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ സിറ്റുവേഷനിൽ ദൈവം നിന്നെ നടത്തുന്ന, ദൈവം നിന്നെ സഹായിക്കുന്ന, ദൈവം നിന്നെ ആശീർവദിക്കുന്ന, അനുഗ്രഹിക്കുന്ന ചില പ്രത്യേക മേഖലകളുണ്ടെന്നുള്ളതിന് സംശയമില്ല. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്തിൽ പ്രഭാതയാമത്തിൽ 24-ാം വാക്യം, പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിസ്തംഭത്തിൽ നിന്ന് മിസ്രൈം സൈന്യത്തെ നോക്കി, മിസ്രൈം സൈന്യത്തെ താറുമാറാക്കി, അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ചു, ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രൈമ്യർ നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോക, യഹോവ അവർക്ക് വേണ്ടി മിസ്രൈമ്യരോട് യുദ്ധം ചെയ്യുന്നത് എന്ന് കൽപ്പിച്ചു. ആമേൻ. ശത്രുവിൻ്റെ വണ്ടി പഞ്ചറായി, രഥചക്രങ്ങളെല്ലാം പഞ്ചറായി. അവരെ പിന്തുടർന്ന ആമേൻ ശത്രുവിൻ്റെ വാഹനങ്ങളെ പഞ്ചറാക്കി. നിന്റെ വണ്ടി പഞ്ചറാകുമ്പോൾ ദൈവം സൂക്ഷിക്കും. പക്ഷേ ചെറുതായിട്ടൊന്നും ചിന്തിക്കണം, ഞാൻ ആരെയെങ്കിലും ഉപദ്രവിച്ചത് കൊണ്ടാണോ എൻ്റെ വണ്ടിയെ ദൈവം പഞ്ചറാക്കിയത്? അതേ ടയർ തീരെ മോശമായത് കൊണ്ടാണോ? രണ്ട് കാരണങ്ങളും വരാൻ സാധ്യതയുണ്ട്. ടയർ തീരെ മോശമായാലും പഞ്ചറാകാൻ സാധ്യതയുണ്ട്. നീ ഒരു നിരപരാധിയെ പ്രയാസപ്പെടുത്താൻ തുടങ്ങുന്നുവെങ്കിൽ, നീ ഒരാളെ മനഃപൂർവ്വമായി ബുദ്ധിമുട്ടിപ്പിക്കുന്നുവെങ്കിൽ നിൻ്റെ വണ്ടി പഞ്ചറാകാനും സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലല്ലേ നമ്മളൊന്ന് ചിന്തിക്കേണ്ടി വരുള്ളൂ. എന്തുകൊണ്ട് കർത്താവേ എനിക്ക് പഞ്ചറായി? അതെ, നീ പൊടിക്ക് ഒതുങ്ങണം എന്നുള്ളതിനെ കുറിച്ച് ദൈവം നമുക്ക് വേണ്ടിയിട്ട് ശത്രുവിൻ്റെ വാഹനത്തെ പഞ്ചറാക്കി. ദൈവം ഇസ്രായേലിന് വേണ്ടിയിട്ട് അവൻ്റെ രഥചക്രങ്ങളെല്ലാം തകർത്ത് കളഞ്ഞു. സ്വതം ദൈവം തൻ്റെ ഭക്തന്മാരെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ശത്രുവിനോട് പടപൊരുതിയതായിട്ടാണ് നമുക്ക് കാണുന്നത്. പുറപ്പാട് പുസ്തകം 13-21 അവർ പകലും രാവും യാത്ര ചെയ്യാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിൻ്റെ മുമ്പിൽ നടന്നു 40 വർഷക്കാലം. ഇവിടെ ചെങ്കടൽ വെച്ച് 9 ദിവസമായിരുന്നു, 9 മണിക്കൂറായിരുന്നു അവിടെ സ്വത്രം കൂരിരുളിൻ്റെതായിട്ടുള്ള അവസ്ഥ കടന്നു വന്നത്. ഇസ്രായേലിൽ നോക്കുമ്പോൾ 3 ദിവസമായിരുന്നു. അടുത്ത മരുഭൂമിയിൽ ദൈവം ഇവർ നടത്തിയത് 40 വർഷക്കാലം ഈ ലൈറ്റ് അണഞ്ഞില്ല. ഇവർക്ക് വഴികാട്ടിയായി. ദൈവം നമ്മുടെ ആവശ്യകത അനുസരിച്ച് ലൈറ്റിൻ്റെ അളവ് വർദ്ധിപ്പിക്കും. ദൈവം നമ്മുടെ ആവശ്യമനുസരിച്ച് ലൈറ്റിൻ്റെ പ്രകാശം കൂട്ടും. നിങ്ങൾ കുറച്ച് ആവശ്യമുള്ളപ്പോൾ ദൈവം കുറച്ച്, കൂടുതൽ ആവശ്യം കടന്നു വരുന്ന സമയത്തിൽ കൂടുതൽ ആവശ്യം, സകല ആവശ്യങ്ങളും ദൈവം നടത്തും. അതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി അന്ന് നടത്തിയെങ്കിൽ ഇന്നും ആ ദൈവം കൂടെയുണ്ട്. ആ കർത്താവ് നിങ്ങളുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കി വർദ്ധിപ്പിക്കും. 5 അപ്പം മതിയായിരുന്നിടത്ത് 5 അപ്പം കൊടുത്തു, 7 അപ്പം വേണ്ടി വന്നപ്പോൾ 7 അപ്പം കൊടുത്തു, 4 അപ്പം വേണ്ടി വന്നിടത്ത് 4 അപ്പം, 4 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചപ്പോൾ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ, 7 അപ്പം കൊണ്ട് 7000 പേരെ പോഷിപ്പിച്ചപ്പോൾ ജനത്തിൻ്റെ
ജനത്തിൻ്റെ കൂട്ടമനുസരിച്ച് കർത്താവ് അപ്പത്തിൻ്റെ എണ്ണം മാറ്റിയതുപോലെ നമ്മുടെ ആവശ്യകത അനുസരിച്ച് ദൈവം നമുക്ക് പ്രകാശത്തിൻ്റെ അളവിനെ വർദ്ധിച്ചു വരപ്പെടുമ്പോൾ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പലപ്പോഴും മനുഷ്യൻ നമ്മുടെ കൂടെ ഇല്ലാതിരിക്കപ്പെടുമ്പോൾ കർത്താവ് അദൃശ്യമായ പ്രകാശമായിട്ടുണ്ട്. നീ ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ പ്രകാശം നിങ്ങളുടെ കൂടെയുണ്ട്. ആമേൻ. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഈ പ്രകാശം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ആശുപത്രി കിടക്കയിലായി പോകുന്നു എങ്കിൽ ഈ പ്രകാശം കൂടെയുണ്ട്. നിങ്ങളുടെ മക്കളോ മരുമക്കളോ വേണ്ടപ്പെട്ടവരോ ആരും നിങ്ങളുടെ കൂടെ ഇല്ലാതെ നിങ്ങൾ ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ രോഗിയായിട്ട് കിടക്കുന്ന സമയത്തിലും ഈ പ്രകാശം കൂടെയുണ്ട്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാളും യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഒരിക്കൽ മോശ മനുഷ്യരിൽ ചെന്ന് ആശ്രയിച്ചു, തൻ്റെ കുടുംബക്കാരിൽ ആശ്രയിച്ചു. സംഖ്യാപുസ്തകം 10-ാം അധ്യായം നോക്കുമ്പോൾ പിന്നെ മോശ തൻ്റെ അമ്മായിയപ്പനായ രയുവേൽ എന്ന മിദ്യാന്റെ മകനായ ഹോബാബിനോട്, നിങ്ങൾക്ക് ഞാൻ തരുമെന്ന് യഹോവ അരുളി ചെയ്ത ദേശത്തേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുന്നു. യഹോവ ഇസ്രായേലിന് നന്മ ചൊല്ലിയിരിക്കൊണ്ട് നീ ഞങ്ങളോടുകൂടി വരിക, ഞങ്ങൾ നിനക്ക് നന്മ ചെയ്യും. നീ ഞങ്ങളുടെ കൂടെ വരണം, ഞങ്ങൾ നന്മ ചെയ്യും എന്ന് പറഞ്ഞു. അവനവനോട്, ഞാൻ വരുന്നില്ല, എൻ്റെ സ്വദേശത്തേക്കും എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്ക് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, ഞങ്ങളെ വിട്ടുപോകരുതേ, മരുഭൂമിയിൽ ഞങ്ങൾ പാളയമിറങ്ങേണ്ടത് എങ്ങനെയെന്ന് നീ അറിയുന്നു. നീ ഞങ്ങൾക്ക് കണ്ണായിരിക്കും. ഞങ്ങളോട് കൂടെ പോന്നാൽ യഹോവ ഞങ്ങൾക്ക് ചെയ്യുന്ന നന്മ പോലെ തന്നെ ഞങ്ങൾ നിനക്കും ചെയ്യുമെന്ന് പറഞ്ഞു. അനന്തരം അവൻ യഹോവയുടെ പർവ്വതം വിട്ട് 3 ദിവസത്തേക്ക് വഴിപോയി. യഹോവയുടെ നിയമപെട്ടകം അവർക്ക് വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടതിന് 3 ദിവസത്തെ വഴി, ശ്രദ്ധിക്കണം, 3 ദിവസത്തെ വഴി മുമ്പോട്ട് പോയി. സംഭവം ഇങ്ങനെയാണ്. മോശയുടെ അമ്മായിയപ്പൻ്റെ മോനായിരിക്കുന്ന അഥവാ സിപ്പോറയുടെ സഹോദരനായിരിക്കുന്ന വ്യക്തിയാണ് ഹോബാബ്. ഹോബാബിനെ മോശ അളിയാ, നീ കാര്യം വല്ല പറഞ്ഞാണ്. ഇല്ലടേ, ഞാൻ അറിഞ്ഞില്ലേ, ഞങ്ങൾ ദൈവം മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ട് ഞാൻ വലിയ ഉപദേശിയായി, നീ അറിഞ്ഞില്ലേ? പണ്ട് ഞാൻ കേസിലൊക്കെ പ്രതിയായിരുന്നു, നാട്ടിലേക്ക് അമ്മായിയപ്പൻ്റെ ആടുകളൊക്കെ മേച്ചോടൊക്കെ നടന്നത്. ഞാനിപ്പോൾ വലിയ പുള്ളിയാണ്. നീ ഒരു കാര്യം ചെയ്യണം, ഈ മരുഭൂമിയും ഈ വഴിയൊക്കെ നിനക്ക് നന്നായിട്ട്, നീ ഭയങ്കര ബ്രില്യൻ്റ് ആണ്. നീ അങ്ങോട്ട് ഗൂഗിൾ മാപ്പ് വച്ചാൽ പിന്നെ വളരെ കറക്റ്റാണ്. പക്ഷെ നമുക്കിതൊന്നും നോക്കിയിട്ടൊന്നും പിടികിട്ടുന്നില്ല. അളിയാ, നീ വരണം, നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. നമ്മുടെ ദൈവം തരുന്ന എല്ലാറ്റിൻ്റെ ഓഹരി നിനക്കും തരും. അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ പിതൃഭവനത്തിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ്. നിങ്ങൾ ഈ ഉപദേശിപ്പണിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഉപദേശിപ്പണി ചെയ്യാനൊന്നും പറ്റില്ല, ഭയങ്കര കഷ്ടപ്പാട് പിടിച്ച പണിയാണ്, നിങ്ങൾ പറ്റുമോ? ഞാൻ പറഞ്ഞില്ല. അപ്പം മോശ പറഞ്ഞു, അളിയാ, ഇങ്ങനെ ഒറ്റ വാക്കിലൊക്കെ കളഞ്ഞു കഴിഞ്ഞ് ഞങ്ങളിനി ഈ മരുഭൂമിയിലൂടെ എങ്ങനെ പോകും? പറഞ്ഞു, ഞാൻ പറഞ്ഞാണ്, ഞാൻ വരുന്നില്ല. ദൈവം എന്താ പറഞ്ഞത്? ദൈവം ഉടനടി ഇടപെട്ടു. 3 ദിവസം മുന്നമേ ഇവർക്ക് മുൻപടയായിട്ട് ദൈവം വഴികാട്ടിയായിട്ട് പോയി. മോശ ചെന്ന് സിപ്പോറയുടെ സഹോദരനായിരിക്കപ്പെടുന്ന അളിയൻ്റെ അടുക്കൽ ചെന്ന് സഹായം അഭ്യർത്ഥിച്ചു. ആമേൻ. യവനൊന്നുമില്ലെങ്കിൽ അവൻ്റെ സഹോദരിയെ ഞാൻ കെട്ടിയവനാണ്, 2 കുട്ടികളുടെ അപ്പനാണ് ഞാൻ. അതുകൊണ്ട് അവൻ ഒരല്പമെങ്കിലും ഒരു കുടുംബച്ചൊവ കാണിക്കും, ഇവൻ അല്പമെങ്കിലും ഞങ്ങളോട് സ്നേഹം കാണിക്കും. ഞങ്ങൾ ഈ പൊരിയുന്ന വെയിലത്ത് ഈ മരുഭൂമിയിൽ കഷ്ടം അനുഭവിക്കപ്പെടുമ്പോൾ ഇവൻ ഇച്ചിരിയെങ്കിലും മനുഷ്യത്വം കാണിക്കുമെന്ന് പറഞ്ഞ്, വെളിയിലുള്ളവരോ കാണിക്കേണ്ട, കുടുംബത്തിലുള്ളവന്മാരെങ്കിലും കാണിക്കുമെന്ന് പറഞ്ഞ് അവൻ്റെ അടുക്കലേക്ക് ചെന്ന്, അളിയാ, ഞങ്ങൾക്ക് വഴി കാണിക്കാൻ ഞങ്ങളുടെ മുമ്പേ പോകുമെന്ന് പറഞ്ഞപ്പോൾ അളിയൻ പറഞ്ഞ മറുപടിയാണ്, ഞാൻ വരുന്നില്ല, ഞാൻ ഈ പരിപാടിക്ക് വരത്തില്ല. അതുവരെയും കൂടെയുണ്ടായിരുന്നോ? മോശ കിട്ടിയ നന്മയിൽ നല്ലൊരു അംശം അവന് കൊടുത്തുകൊണ്ടിരുന്നു. കിട്ടിയ നന്മയിൽ നല്ലൊരു അംശം അവന് കൊടുത്തു. അളിയനല്ലേ, സഹോദരി അവൻ്റെ സഹോദരിയല്ലേ ഞാൻ കെട്ടിയിരിക്കുന്നത്, ഒന്നുമില്ല, അല്ലെങ്കിൽ രക്തബന്ധം അല്ലയോ, അതുകൊണ്ട് അവന് ഇത്തിരി കൂടുതൽ അങ്ങോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തു. പക്ഷേ പെരുവഴിയിലെത്തിയ സമയത്തിൽ അളിയൻ കാല് മാറി. ഇന്ന് പകൽ സമയം അളിയന്മാരെ ആശ്രയിച്ച് ആരെങ്കിലും ഇതിനകത്ത് വന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് ദൂത് പറയാണ്, അളിയൻ കാലുവാരും. നീ അളിയനെ വിശ്വസിക്കരുത്. ഹല്ലേലൂയ. നീ കുടുംബക്കാരെ വിശ്വസിക്കരുത്, സ്വന്തക്കാരെ വിശ്വസിക്കരുത്, വേണ്ടപ്പെട്ടവരെയും ബന്ധുക്കളെയും വിശ്വസിക്കരുത്. നിനക്ക് മുൻപടയായിട്ട് 3 ദിവസം മുന്നേ വഴികാട്ടിയായിട്ട് പോകുന്ന നസ്രത്തുകാരനായിരിക്കുന്ന ദൈവമുണ്ട്. മനുഷ്യനെ ആശ്രയിക്കുകയല്ല, മനുഷ്യനാകണ്ട നിന്റെ വഴികാട്ടി, മനുഷ്യനാകണ്ട നിന്റെ അഡ്വൈസർ. എന്റെ നാഥൻ നിന്നെ കരം പിടിച്ച് നടത്ത്. മനുഷ്യനിൽ ആശ്രയിക്കണ്ട, നിനക്ക് വഴിയായിട്ട് എന്റെ ദൈവമുണ്ട്. അളിയന്മാര് ചതിച്ചതിന്റെ മധ്യത്തിൽ, അളിയന്മാര് അകന്നതിന്റെ മധ്യത്തിൽ വേദനയോടെ വന്ന ചില ജീവിതമേ പരിശുദ്ധമ ദൂത് വിളിച്ചു പറയുക. മോശ അത് അനുഭവിച്ചവനാണ്. അളിയനെ ആശ്രയിച്ചിട്ട് വഴിയിൽ വെച്ച് അളിയൻ വിട്ടു.
ആളിയം വിട്ടേച്ചു പോയാലും നിന്നെ വിടാത്ത ഒരു കർത്താവ് കൂടെയുണ്ട്, മറക്കരുത്. ഇന്ന് ഈ കാലത്തോടെ പോകണ, ഈ ശക്തിയോടെ തിരിച്ചു വീട്ടിൽ ചെന്ന് നിന്റെ ഭാര്യയോട് പറ, അവൻ വന്നില്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ അവൻ സഹകരിച്ചില്ലെങ്കിൽ വേണ്ട, അവൻ വഴിയിൽ വച്ചിട്ടില്ല, അവൻ തിരിച്ചു പോയെങ്കിൽ പോകട്ടെ, നമുക്ക് ദൈവമുണ്ട്, ദൈവം നമ്മളെ നടത്തും. ബന്ധങ്ങളും സ്വന്തങ്ങളും ഒക്കെ പരിമിതികളാണ്. നീ ദൈവം വഴികാട്ടിയായിട്ട് കൂടെ വരും. അവനെ മുറുകെ പിടിക്ക്. എനിക്ക് വഴിതെറ്റാതെ എന്നെ കൊണ്ടുപോകുന്നതിൻ്റെ ദൈവമുണ്ട്, എനിക്ക് ബുദ്ധി ഉപദേശിക്കുന്ന ദൈവമുണ്ട്, വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ എനിക്ക് വെളിച്ചം പകരുന്ന ഒരു ദൈവമുണ്ട്, വഴിയിൽ വെച്ച് ഞാൻ പട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു വെളിച്ചം എനിക്കുണ്ട്. നീ ഉറങ്ങിക്കിടക്കുമ്പോൾ നിന്നെ വഴി കാണിക്കും. ഹല്ലേലൂയ. നിനക്ക് സ്വപ്നത്തിലൂടെ നേർച്ചല്ല. നീ പള്ളിക്കകത്ത് വരുമ്പോൾ ദൈവവചനത്തിലൂടെ ദൈവം നിനക്ക് വഴി കാട്ടിക്കൊണ്ടിരിക്കുക. നീ വീട്ടിൽ ബൈബിൾ വായിക്കുമ്പോൾ വഴി കാട്ടിച്ചു തരും. നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിനക്ക് വഴികാട്ടിയായിട്ട് നിന്റെ കൂടെ വരും.